നമസ്കാരം. ഇന്ത്യൻ സമുദ്ര അതിർത്തിക്ക് സമീപം പരിശീലനം നടത്തുകയായിരുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ വിമാനത്തിന് നേരെ ഇലക്ട്രോണിക് വാർഫെയർ ആക്രമണം നടന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആരാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ലെങ്കിലും ഇന്ത്യൻ സമുദ്ര അതിർത്തിക്ക് സമീപമാണ് ഈ സംഭവം നടന്നത് എന്നതിനാൽ സംശയമുന ഇന്ത്യക്ക് നേരെയാണ് തിരിയുന്നത്. ഡിസംബർ 16 നടന്ന പതിവ് പരിശീലനത്തിനിടെയാണ് ഇലക്ട്രോണിക് വാർഫെയർ ആക്രമണത്തെ തുടർന്ന് RAS-72C ഈഗിൾ എന്ന മാരിടൈം പെട്രോൾ വിമാനത്തിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ മൊത്തത്തിൽ അല്ലെങ്കിൽ പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നത്. പരിശീലനത്തിനിടെ പാകിസ്ഥാൻ നാവികസേനയുടെ തന്നെ എർമുഖ് ക്ലാസ് പെട്രോൾ കപ്പലുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് വിമാനത്തിന് നേരെ ഒരു വാർഫെയർ ആക്രമണം, അതായത് ജാമിംഗ് പോലെയുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിമാനത്തിലെ സുപ്രധാനമായ ലിങ്ക്, ഗ്രീൻ, ടാക്ടിക്കൽ ഡേറ്റ ലിങ്ക്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ ഇതോടെ പ്രവർത്തനരഹിതമായി. ഇതോടെ നിരീക്ഷണ വിമാനം താത്കാലികമായി ഒറ്റപ്പെട്ടു. പാകിസ്ഥാൻ നാവികസേനയുടെ 29ാം സ്ക്വാഡ്രനാണ് ഈ നിരീക്ഷണ വിമാനം ഉപയോഗിക്കുന്നത്. അന്തർവാഹിനികളെ കണ്ടെത്താനും അതിനെതിരായ യുദ്ധമുറകളെ സഹായിക്കാനും സാധിക്കുന്ന നിരീക്ഷണ വിമാനമാണ് സീ ഈഗിൾ. ലിയോനാർഡോ സിസ്പ്രേ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്റ്റാൻഡേർഡ് അറേ, കൂടാതെ റഡാർ, ഇലക്ട്രോണിക് സപ്പോർട്ട് സിസ്റ്റം എന്നിവ സജ്ജീകരിച്ചിട്ടുള്ള വിമാനമാണിത്. അറബിക്കടലിലെ നിരീക്ഷണത്തിന് പാകിസ്ഥാൻ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു നിരീക്ഷണ വിമാനമാണ് സീ ഈഗിൾ. ഇതിന്റെ ആശയവിനിമയ സംവിധാനങ്ങളാണ് ഇന്ത്യൻ തീരത്ത് സമീപത്ത് വച്ച് തന്നെ തകരാറിലായത്. സംഭവത്തെക്കുറിച്ച് പാകിസ്ഥാൻ ഒരു അന്വേഷണം നടത്തും. അതായത് പാകിസ്ഥാന്റെ നാവികസേന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും വിമാനത്തിന്റെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ച് അവർ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആരാണ് വിമാനത്തിന്റെ സിഗ്നലുകളെ ജാമിംഗ് ചെയ്തത് എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരെ പ്രധാനമായും അവർ അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇന്ത്യയാണ് ഈ ഒരു ജാമിംഗ് സംവിധാനം അവിടെ ഏർപ്പെടുത്തിയത്. വിമാനത്തിന്റെ തന്ത്രപ്രധാനമായ ആശയവിനിമയ ശൃംഖലയെ കൃത്യതയോടെ തടസ്സപ്പെടുത്താൻ സാധിച്ചു എന്നത് പാകിസ്ഥാനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ആധുനിക യുദ്ധമുറകളിൽ പരമ്പരാഗത ആയുധങ്ങളെക്കാൾ മാരകമായി കൊണ്ടിരിക്കുന്നതാണ് ഇലക്ട്രോണിക് വാർഫെയറുകൾ. ഈ ഇലക്ട്രോണിക് വാർഫെയറുകൾ ഇന്ത്യക്ക് ഒട്ടനവധിയുണ്ട്. യുദ്ധക്കപ്പലുകളെയും യുദ്ധവിമാനങ്ങളെയും നിഷ്ക്രിയമാക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇത്തരം അദൃശ്യമായ ആക്രമണങ്ങളെ തടയാൻ വേണ്ട സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങൾ യുദ്ധമുന്നണികളിൽ മേൽക്കൈ നേടും. ഇത്തരം ആക്രമണങ്ങൾ യുദ്ധവിമാനങ്ങളുടെയും കപ്പലുകളുടെയും ആശയവിനിമയ സംവിധാനങ്ങളെയാണ് ലക്ഷ്യമിടുക. സിഗ്നലുകൾ അത് തടസ്സപ്പെടുത്തുന്നതിലൂടെ വിമാനത്തിന് കപ്പലുകളുമായോ കൺട്രോൾ റൂമുമായോ ബന്ധപ്പെടാൻ കഴിയാതെ വരും. ഇത് ഏകോപനം ഇല്ലാതാക്കുകയും ആശയക്കുഴപ്പങ്ങൾ വലിയ രീതിയിൽ സൃഷ്ടിക്കുകയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്കും നയിക്കുകയും ചെയ്യും. ഇത്തരം നീക്കങ്ങൾ യുദ്ധത്തിൽ ഒരു പരാജയം ക്ഷണിച്ചു വരുത്താൻ ഒരു പ്രധാന കാരണമായി മാറുമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നടുക്ക് വച്ചാണ് പാകിസ്ഥാന്റെ ഈ യുദ്ധവിമാനം തന്നെ ജാമിംഗിലായത്. അതിൽ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇത് ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഇന്ത്യൻ നേവി തന്നെ ചെയ്തൊരു പണിയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും മിലിറ്ററിയും ഡിഫൻസും അടക്കമുള്ളവർ 24 മണിക്കൂറും ഇമ വെട്ടാതെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ പാകിസ്ഥാനെ നോക്കിക്കൊണ്ട് ബ്രഹ്മോസ് ഇരിപ്പുണ്ട്. കൂടാതെ സുദർശന ചക്രയും ഇരിപ്പുണ്ട്. ഏത് സമയത്തും തൊടുത്തു വിട്ടാൽ പാകിസ്ഥാനെ ഭസ്മമാക്കാം അല്ലെങ്കിൽ ചാമ്പലാക്കാം എന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ യുദ്ധ ഉപകരണങ്ങൾ തയ്യാറായിരിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു വിമാനം ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ പാടൊന്നുമില്ല. അതിനെ നിഷ്പ്രയാസം അതിനെ തകർത്ത് തരിപ്പണമാക്കാനും അതിന്റെ പൂർണ്ണ വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി അതിനെ തകരാറിലാക്കാനും. കാരണം അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. അതായത് പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് കടന്നു ചെല്ലാതെ തന്നെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാന് 8ന്റെ പണി അല്ലെങ്കിൽ 18ന്റെ പണിയും കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം.